നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് കൊലക്കൊമ്പൻ്റെ മുന്നിലായാലും വസ്തുതകൾ ധൈര്യപൂർവ്വം തല ഉയർത്തി പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹം ഒരു മുൻ ഡിപ്ലോമാറ്റായിരുന്നു, പിന്നീട് വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയായി, പിന്നീട് സ്വതന്ത്ര ചുമതലയുള്ള പൂർണ്ണ അധികാരങ്ങളുള്ള കേന്ദ്രമന്ത്രിയായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മുടെ വിദേശ നയം അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇന്ത്യയുടെ വിദേശ നയം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ ഫിൻലൻഡ് സന്ദർശനത്തിലാണ്. ഫിൻലൻഡ് സന്ദർശനത്തിനിടയിൽ അദ്ദേഹം ഒരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നു. ആ പാനൽ ഡിസ്കഷനിൽ യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കുന്നതിനെ ചോദ്യം ചെയ്തു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ അവർ ഈ ജയശങ്കറിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി അത് വീണ്ടും ജയശങ്കർ എന്ന വ്യക്തിയിൽ വലിയ ആരാധന ഉണ്ടാക്കുന്ന മറുപടികളായിരുന്നു. അതായത് നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്ന് നമുക്കറിയാം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇത്രയും വർഷമായിട്ടും റഷ്യയ്ക്കോ യുക്രൈനോ അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കോ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. യുക്രൈൻ ഒരു ചെറിയ രാജ്യമായിരുന്നുവെങ്കിലും മണിക്കൂറുകൾ കൊണ്ട് റഷ്യയ്ക്ക് യുക്രൈനെ ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലൂടെ തോൽപ്പിക്കാമെങ്കിലും അത് പുടിൻ ചെയ്തില്ല. കാരണം ഗാസയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലെബനോണിലുമൊക്കെ ഇസ്രായേൽ ചെയ്യുന്നത് നമുക്കറിയാം. എല്ലാം കണ്ണിൽ കാണുന്നതെല്ലാം കാടടച്ച് ബോംബിട്ട് തകർക്കുകയാണ്. ഇങ്ങനെ ഒരു തകർക്കൽ നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും യുക്രൈൻ ഇതിനു മുന്നേ തന്നെ കീഴടങ്ങുമായിരുന്നു. പക്ഷേ യുക്രൈനിന് റഷ്യ സാവകാശം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, റഷ്യയുടെ ആവശ്യം അത് നേടുന്നത് വരെ യുക്രൈനെ എങ്ങനെ പിടിച്ചു വയ്ക്കുക, പരമാവധി ആൾനാശം കുറയ്ക്കുക, യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുക, യുക്രൈൻ്റെ ആയുധങ്ങൾ മുഴുവൻ എടുത്ത് അടരാടാനുള്ള ഒരവസരം അവർക്കുണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് റഷ്യൻ യുദ്ധതന്ത്രമെന്ന് തോന്നുന്നു. പക്ഷേ യുക്രൈനിന് പിന്നിൽ അണിനിരക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെയാണ്. അവർ യുക്രൈനെ സഹായിക്കുകയാണ്. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ടാണ് യുദ്ധം ഇത്രയധികം വർഷങ്ങളോളം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും എല്ലാം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ റഷ്യയെ പിന്തുണയ്ക്കരുത് എന്നാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് യുദ്ധത്തിന് സഹായിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. റഷ്യ യുക്രൈനു മേൽ വലിയ നിയമവിരുദ്ധ അധിനിവേശം നടത്തുന്നു. ആ അധിനിവേശത്തിനെ ഇന്ത്യ പിന്തുണയ്ക്കുകയാണോ? സത്യത്തിൽ ഇന്ത്യ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നില്ല. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ യുക്രൈനോടും ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്, റഷ്യയോടും ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും ഇന്ത്യ പറഞ്ഞത് ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല, സൈനിക നടപടിയുടെ സമയമല്ല, ചർച്ചകളിലൂടെ കാര്യം പരിഗണിക്കണം എന്നാണ്. പക്ഷേ റഷ്യ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയാണ്. വർഷങ്ങളോളം സുഹൃത്ത് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റഷ്യയെ അങ്ങ് അവഗണിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. റഷ്യയ്ക്ക് മേൽ വലിയ ഉപരോധമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ഏർപ്പെടുത്തിയത്. ഉപരോധത്തിൻ്റെ ഭാഗമായി റഷ്യയുടെ എണ്ണ കെട്ടിക്കിടക്കാൻ തുടങ്ങി. അങ്ങനെ കെട്ടിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വിൽപ്പന സമ്മർദ്ദം കാരണം വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ റഷ്യ ഇന്ത്യക്ക് മുന്നിൽ ഒരു ഓഫർ വയ്ക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വിലയിൽ നിന്നും ഏതാണ്ട് 30-40% ഡിസ്കൗണ്ട് ഞങ്ങൾ തരാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ എണ്ണ വാങ്ങണം. അത് ഇന്ത്യക്ക് മുന്നിൽ ഒരു വലിയ ഓഫറായിരുന്നു. ലോകമെമ്പാടും എണ്ണ വില വർധനവിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യക്ക് ആ ഓഫർ ലഭിച്ചത്. ഇന്ത്യയെപ്പോലെ എണ്ണ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന് ആ ഓഫർ നിരസിക്കാൻ കഴിയാവുന്നതേയല്ല. ഇന്ത്യ അത് നിരസിച്ചില്ല, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി. മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ അവരുടെ എണ്ണ ഇറക്കുമതിയുടെ ഏതാണ്ട് 60-70% വരെ റഷ്യയിലേക്ക് മാറ്റി. അങ്ങനെ വൻതോതിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് യൂറോപ്യൻ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയെ സഹായിച്ചു. അതുകൊണ്ടാണ് യൂറോപ്പ് ഇന്ത്യക്ക് നേരെ വാളെടുക്കുന്നത്. നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്നവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയാണ്. അമേരിക്ക ചുങ്കം ചുമത്തി നോക്കി, ഇന്ത്യ ഒരു കാരണവശാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത്. റഷ്യൻ എണ്ണ കൊണ്ടുവരുന്ന ഓയിൽ കമ്പനികളെയും കപ്പൽ കമ്പനികളെയും എല്ലാം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. അതെല്ലാം കള്ളക്കടത്ത് എണ്ണയായി നാമകരണം ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് റഷ്യ എണ്ണ വാങ്ങുന്ന ഇന്ത്യയോട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാനൽ ഡിസ്കഷനിലും ജയശങ്കർ നേരിട്ട ചോദ്യം അത് തന്നെയായിരുന്നു. നിങ്ങൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് എന്നാണ്. നമ്മൾ ആ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല, മറിച്ച് റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്നത് അതിൻ്റെ ഒരു അവൈലബിലിറ്റി, അതിൻ്റെ ഒരു കോസ്റ്റ്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ പരിഗണനയിലില്ല. ഞങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കുന്നു, ഞങ്ങളത് വാങ്ങുന്നു. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ
റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ ലോക എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധി നേരിട്ടു. റഷ്യൻ എണ്ണ ലോക വിപണിയിലേക്ക് വരാതെയായി. ആ പ്രതിസന്ധിയെ നേരിടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ എണ്ണ വാങ്ങിക്കൂട്ടിയത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തു നിന്നും വലിയ തോതിൽ എണ്ണ വാങ്ങിക്കൂട്ടി എണ്ണ വില വർദ്ധിപ്പിച്ചത് യൂറോപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റഷ്യൻ എണ്ണയിലേക്ക് തിരിയേണ്ടി വന്നത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പക്ഷേ യൂറോപ്പിന് അങ്ങനെ പറയാൻ കഴിയുമോ? കാരണം യൂറോപ്പും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ പാകിസ്ഥാന് നൽകുകയും പാകിസ്ഥാൻ ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യ താൽപ്പര്യം, ധാർമ്മികത ഇതൊക്കെ പറയുമ്പോൾ സ്വന്തം നിലപാടുകളും സ്വന്തം പ്രവൃത്തികളുമൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം പറയേണ്ടത്. ഇങ്ങനെ എണ്ണ വാങ്ങുന്നത്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കണ്ട് വല്ലാതെ ധാർമ്മിക രോഷം ചൊരിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാക്ടിക്കബിലിറ്റിയാണ് വലുത്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് വലുത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല, അത് എപ്പോഴും അദ്ദേഹം പറയാറുള്ള കാര്യം തന്നെയാണ്. യൂറോപ്പ് ഇരട്ടത്താപ്പ് കാട്ടുന്നു. ഞങ്ങളോട് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയുന്നു. എന്നിട്ട് ഇവർ മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ സോഴ്സിൽ നിന്ന് എണ്ണ മുഴുവൻ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് വേണം സംസാരിക്കാൻ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. മാത്രമല്ല, ഈ മറുപടിക്കറയിൽ ഇടയിൽ അദ്ദേഹം ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. അതായത്, റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഏർപ്പെടുത്തിയ ഉപരോധം കാരണം റഷ്യൻ എണ്ണ ലോക വിപണിയിലേക്ക് വരാതെയായി. ഇത് ലോക വിപണിയിൽ വൻ വിലക്കയറ്റമുണ്ടാക്കി. മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ആ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ എണ്ണയുടെ വില വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വർദ്ധിക്കാതിരിക്കാൻ അമേരിക്ക ആദ്യം ഇന്ത്യയോട് പറഞ്ഞത്, നോക്കൂ, നിങ്ങൾക്ക് ഈ ഉപരോധകമൊന്നും ബാധകമല്ലല്ലോ, നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൂ എന്ന് ആദ്യം ഇന്ത്യയോട് പറഞ്ഞത് അമേരിക്കയാണത്രേ. ആ അമേരിക്കയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ് പിഴച്ചുങ്കമടക്കം രാജ്യത്തിന് നേരെ ചുമത്തുന്നത്. തീർച്ചയായും രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഈ പറയുന്ന ഒരു വിദേശ വേദിയിൽ വെച്ച് നടത്തിയ വെളിപ്പെടുത്തൽ അത് ലോകത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അമേരിക്ക അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും നിലപാട് മാറ്റുകയാണ്. റഷ്യയുടെ എണ്ണ വാങ്ങിക്കൊള്ളാൻ ആദ്യം ഇന്ത്യയോട് പറഞ്ഞ അമേരിക്ക ഇനി അത് വാങ്ങരുത് എന്ന് തിട്ടൂരമിറക്കുന്നു. സത്യത്തിൽ എവിടെ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങണം വാങ്ങരുത് എന്നൊക്കെയുള്ള തീരുമാനം ഇന്ത്യയുടേതാണ്. അതിനുള്ള എല്ലാ അവകാശവും ഇന്ത്യ എന്ന രാജ്യത്തിനുണ്ട്. പക്ഷേ അവിടെ അമേരിക്ക അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ്. യൂറോപ്പും ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഇടപെടലുകൾ നടത്തുകയാണ്. ഇതിനെ കൂടുതൽ വൈകാരികമായ ഒരു വിഷയമാക്കി മാറ്റാനും ശ്രമം നടക്കുന്നു. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇന്ത്യയുടെ വിദേശകാര്യ നയം ഞങ്ങൾ തീരുമാനിക്കും. ഇന്ത്യയുടെ വ്യാപാര നയവും ഞങ്ങൾ തീരുമാനിക്കും. യൂറോപ്പും അമേരിക്കയും അതിലിടപെടേണ്ട കാര്യമില്ല എന്ന് ശക്തമായി ഒരിക്കൽ കൂടി ലോകവേദിയിൽ പറഞ്ഞിരിക്കുകയാണ് ഭാരതം.